സത്യമേ, സത്യമേ, എന്താ പറ്റി? ഇതൊന്ന് കണ്ടു നോക്കിയേ. മകനെ കാണാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ ആളാണിത്. ഓട്ടോയ്ക്ക് കാശില്ലെന്നും മകൻ വരുമ്പോ കാശ് തരുമെന്ന് അയാൾ പറയുന്നുണ്ടെങ്കിലും ഓട്ടോക്കാരൻ അത് ശ്രദ്ധിക്കാതെ അടിക്കുകയായിരുന്നു. പക്ഷേ അവൻ വന്നാ കാശ് തരുമെന്ന് ഞാൻ പറഞ്ഞാ കാശ് കൊടുക്കാന്ന്. കണ്ടില്ലേ കള്ളക്കളവൻ തട്ടിപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പെരുങ്കള്ള എന്റെ കാശിടാ താൻ ഒരിടത്തും പോകണ്ട. തന്നെ ഞാൻ വിടില്ല. തന്നെ ഇന്ന് ഞാൻ കള്ളക്കളവാ എന്റെ കാശിടാതെ പറ്റിച്ചിട്ട് വന്ന് വിചാരിച്ചല്ലേ? മര്യാദയ്ക്ക് കാശിടോ. താൻ ആരെയാ പറ്റിക്കാൻ നോക്കുന്നത്? കള്ളക്കളവ രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി ഇറങ്ങും ആൾക്കാരെ മെനക്കെടുത്താൻ വേണ്ടിട്ട്. മര്യാദയ്ക്ക് കാശെടുക്കണോ? അതെ തന്റെ അടവൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. ഏട്ടാ എന്താ ഏട്ടാ, എന്താ ഏട്ടാ ഇതൊക്കെ? എന്തിനാ ഇവരൊക്കെ എന്റെ ഏട്ടനെ ഉപദ്രവിക്കുന്നത്? തല്ലിയടാ. ഏട്ടാ എഴുന്നേക്ക്, എഴുന്നേക്കേട്ടാ. പിടിക്ക, പതുക്കെ പതുക്കെ പിടിച്ചോ, ഇത് പിടിച്ചോ. ഇവനെ തല്ലിയടാ, ഇവനെ തല്ലി. ഈ മനുഷ്യൻ ആരാണെന്ന് പറഞ്ഞാ നീ ഇതൊക്കെ ചെയ്തത്? ആരായാലും എനിക്കെന്ത്? എനിക്ക് എന്റെ ആട്ടോ ഓടിയ കാശ് കിട്ടിയാ മതി. വയ്യാത്ത എന്റെ ഏട്ടനെ ഉപദ്രവിച്ചിട്ട് ന്യായം പറയുന്നു. എന്താടാ ഇത്? നിന്റെ അച്ഛനാണ് ഇങ്ങനെ തല്ലുന്നത്, നീ വീഡിയോ എടുക്കുവായിരുന്നോടാ? വിഷ്ണു പോരാടാ. അപ്പൊ ഓരോടെ കാശ് കൊടുക്കാൻ ഞാൻ പറഞ്ഞതാ. എത്രയാണോ നിന്റെ വാടക? 120. 120. 200 രൂപ ഉണ്ട്, ബാക്കി നീ വെച്ചോ. വയ്യാത്ത മനുഷ്യനാണെന്നോ ബോധം വേണോടാ നിനക്കൊക്കെ? നിനക്കും ഇല്ലടാ വീട്ടിലെ പ്രായമായ അച്ഛനും അമ്മയും? വിഷ്ണു പോരും, വിഷ്ണുവേ പോരും. നമുക്ക് നോക്കാം. ഏട്ടൻ ഇപ്പൊ വണ്ടിയിലോട്ട് കയറ്, നമുക്ക് വീട്ടിൽ പോവാം. അല്ല അപ്പം വിഷ്ണു അവൻ വീട്ടിലോട്ട് വരും. ഏട്ടൻ വാ. ഉറപ്പാന്നോ? ഉറപ്പായിട്ട് വരും. ഏട്ടൻ വാ. മകനെ കാണാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ ആളാണിത്. ഓട്ടോയ്ക്ക് കാശില്ലെന്നും മകൻ വരുമ്പോ കാശ് തരുമെന്ന് അയാൾ പറയുന്നുണ്ടെങ്കിലും ഓട്ടോക്കാരൻ അത് ശ്രദ്ധിക്കാതെ അടിക്കുകയായിരുന്നു. ആ സമയം മറ്റൊരു മനുഷ്യൻ ദൈവദൂതനെ പോലെ വന്ന് അയാളെ രക്ഷിക്കുകയായിരുന്നു. എന്തിനോ വേണ്ടി തുള്ളി കളിക്കുന്ന ബലൂണ് ഒരു കാര്യമില്ലാതെ മനുഷ്യരുടെ പണിയെടുപ്പിക്കണ്. എന്തിന്? അതാ ഞാനിത് കെട്ടുമ്പോ മുതൽ ചോദിച്ചോണ്ടിരിക്കുന്നേ. അതെ, ഇത് കെട്ടുന്നുണ്ടോ? എനിക്ക് അടുക്കളയിൽ വേറെ പണിയുള്ളതാ. അത് ശരി. അപ്പൊ എനിക്ക് ഒരു പണിയില്ലാതെ ഇവിടെ വന്ന് നിൽക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നേ? 100-500 രൂപയുടെ ഓട്ടോ മിസ്സാക്കിയിട്ട് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നേ. ഓട്ടോ ഇവിടത്തെ അല്ലേ, അപ്പൊ പിന്നെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അത് ശരി. വന്ന് ഞാനൂലിനും പത്തി വെച്ച് തുടങ്ങിയ ഞാനൂലിനും സീൽക്കാരമോ ഞാനെന്ന അഹംഭാവമോ? അല്ല പൊന്നെ. എന്ത്? അല്ല പൊന്നി, ഈ രാഘവ സാറിന്റെ അസുഖം മാറുന്നവരെ ശിവനാശാൻ വിഷ്ണുവാശാനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കണമെന്നാണോ ഡോക്ടർ പറഞ്ഞേ? അല്ല, എന്നാൽ ഇത് മാറില്ലെന്നാണോ പറഞ്ഞിരിക്കുന്നേ? എനിക്കൊന്നും അറിയില്ല. അതെ, ഇനി ഒറ്റയ്ക്കങ്ങ് കെട്ടിയാ മതി. രാഘവൻ സാറിന് വെള്ളം ചൂടാക്കി വെക്കണമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നെ. വരുമ്പോ പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിലേ
അതിനായിരിക്കും വഴക്ക്. മനസ്സിലായോ? അത് ശരി, അങ്ങനെ വരട്ടെ. അപ്പൊ ആളിവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ 100 അഭിപ്രായം കൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നേനെ. അല്ല, അവരിയ്ക്കുന്നിടത്ത് ലേറ്റ് വേണം, അവർ നടക്കുന്നിടത്ത് ലേറ്റ് വേണം. മിക്കവാറും നാളെ ഇവിടെ നിന്ന് എല്ലാവരും ഓടും, അതേ നടക്കൂ. അല്ല പൊന്നെ, അല്ല പൊന്നെ, ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണോ പറയുന്നേ? ആ ചെയ്, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. എന്റെ അമ്മോ, മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ തന്നെ. അല്ല, ഞാൻ പിന്നെയും ചോദിക്കുക, ഇതൊക്കെ എന്തിന്? എന്നെ ഏൽപ്പിച്ച പണി ഞാൻ അങ്ങോട്ട് ചെയ്യാം, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാനേ. ഇതിപ്പോ ആരാണാവോ? ആ ഹലോ, ആ കമലിലാണ്. നീയാ? പറടാ, കാര്യം പറ. അയ്യോ, എവിടെ വെച്ച്? സോഷ്യൽ മീഡിയയിലൊക്കെ വന്നെന്നോ? എടാ നീയാ വീഡിയോ ഒന്ന് അയച്ചേ. സത്യമേ, 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 സത്യമേ. എന്താ പറ്റി? ഇതൊന്ന് കണ്ടു നോക്കിയേ. മകനെ കാണാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ ആളാണിത്. ഓട്ടോയ്ക്ക് കാശില്ലെന്നും മകൻ വരുമ്പോ കാശ് തരുമെന്ന് അയാൾ പറയുന്നുണ്ടെങ്കിലും ഓട്ടോക്കാരൻ അത് ശ്രദ്ധിക്കാതെ അടിക്കുകയായിരുന്നു. ആ സമയം മറ്റൊരു മനുഷ്യൻ ദേവദൂതനെ പോലെ വന്ന് അയാളെ രക്ഷിക്കുകയായിരുന്നു. ഇത് ഈശ്വര, ഈ രാഘവേട്ടൻ എങ്ങനെ പുറത്തു പോയത്? പൊന്നിയ പിള്ള എവിടെ? കുറെ നേരമായിട്ടൊന്നും കാണുന്നില്ലായിരുന്നു. അയ്യോ കമല, പിള്ളേ, 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 രാഘവേട്ടൻ പുറത്തേക്ക് പോയത് പിള്ള കണ്ടില്ലേ? ഞാനിവിടെ രാഘവൻ സാർ സംസാരിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ കടയിലേക്ക് പോയത്? എന്നിട്ട് ഇപ്പൊ എവിടെ പോയെന്നാ പറയുന്നേ? എങ്ങോട്ടൊക്കെ പോയി, കണ്ട ഓട്ടക്കാരുടെ ഒക്കെ തല്ലുകൊണ്ടെന്നാ പറയുന്നേ. അയ്യോ, ആ ഉപേന്ദ്രനൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്ന്. ഒന്ന് കാണിച്ചു കൊടുക്കടാ. വായി നോക്കൊണ്ട് നിൽക്കുന്നു. അയ്യോ, ഇതപ്പോ വിഷ്ണുവശൻ അന്വേഷിച്ച് പോയതാ, പക്ഷെ ഓട്ടോക്കാരന് കൊടുക്കാൻ കാശില്ലായിരുന്നു, അതാ കുഴപ്പം സംഭവിച്ചെന്ന് പറയുന്നേ. ഈശ്വര, ഇനി ഏതവസ്ഥയിലാ വന്നു കയറുന്നതെന്ന് അറിയില്ലല്ലോ. വീഴ്ച നിൽക്കാതെ ഒന്ന് പോയി തിരക്ക് പിള്ളേ. പൊന്നി, ഇതൊന്ന് പിടിച്ചേ. ഓ